നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഈശ്വര കൃപയാൽ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഈ അടുത്ത കാലത്തായിട്ട് ഞാനുണ്ടല്ലോ അമ്പലത്തിൽ പോയിട്ട് വന്ന അതേ വേഷത്തിൽ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് റീൽസ് ചെയ്ത് ഇടാറുണ്ട്. റീൽസ് എന്ന് പറഞ്ഞാൽ ഡാൻസാണ് ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ട സോങ്സ്, കുറച്ച് ഡാൻസ് ചെയ്യാൻ സാധ്യതയുള്ള സോങ്സ്, പിന്നെ എല്ലാവരും അധികം കൈവയ്ക്കാത്ത സോങ്സ്, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റേതായ കുറച്ച് ഓഡിയൻസും ഉണ്ട് കേട്ടോ. എൻ്റെ ഡാൻസ് ഇഷ്ടപ്പെടുന്ന, എനിക്ക് മെസ്സേജസ് അയക്കുന്ന അവർക്ക് വേണ്ടിയും പിന്നെ എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ റീൽസ് ഞാൻ ഡെയിലി ചെയ്യുന്നത്. എന്തായാലും ഡാൻസ് ക്ലാസ്സൊക്കെ ഉദ്ഘാടനം ചെയ്ത സ്ഥിതിക്ക് ഇന്നത്തെ റീൽസ് ഷൂട്ട് ചെയ്യുന്നത് ഡാൻസ് ക്ലാസ്സിൽ വെച്ചാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ക്ലാസ്സിലേക്ക് വന്നത്. ഞാൻ ക്ലാസ്സിലേക്ക് വന്നത് അറിഞ്ഞതും എൻ്റെ പൂച്ചുറാണി ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഡാൻസ് ക്ലാസ്സിൽ വെച്ച് ചെയ്യുന്ന ഫസ്റ്റ് റീൽസ് ആയതുകൊണ്ട് തന്നെ അത് വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അത് അത്ര സ്പെഷ്യലല്ലേ, അതുകൊണ്ടാണ് ഞാൻ റീൽസ് ചെയ്യാൻ തുടങ്ങിയതും പൂച്ചു സ്നേഹം കാണിച്ചു തുടങ്ങി. എന്നെ എന്ത് ചെയ്താൽ റീൽസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ഇത് കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ. പെറ്റ്സ് ഉള്ളവർക്ക് ഉറപ്പായിട്ട് ഇത് മനസ്സിലാവും കേട്ടോ. എന്തായാലും പൂച്ചുറാണിക്ക് സ്നേഹം വേണമെന്ന് നിർബന്ധം പിടിച്ച് കുറേ നേരം എന്നെ ചുറ്റിപ്പറ്റി നടന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ ഫസ്റ്റ് റീൽസ് ഞാനിതാ ഷൂട്ട് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഡാൻസ് ക്ലാസ് ഇങ്ങനെ ഫുള്ളി ലിറ്റാണ് കേട്ടോ. വെളിച്ചം ഒരുപാടുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഡ്രോപ്പ് ഇങ്ങനെ നിന്ന് കത്തുന്നത് പോലെ ഇരിക്കും. ഒരു കേർട്ടൻ്റെ അത്യാവശ്യം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏറ്റവും നന്നായിട്ട് കർട്ടൻ ചെയ്തു തരുന്ന ഒരാളെ സമീപിച്ച് അത് ചെയ്ത് റെഡിയാക്കണം എന്നും ഞാൻ നിഗമനത്തിലെത്തി. മനസ്സില്ലാ മനസ്സോടെ പൂച്ചു ടാറ്റ പറഞ്ഞു പോയി. അതിനുശേഷം വേഷം മാറി ഞാൻ പതിവായി ചെയ്യാറുള്ള എൻ്റെ എക്സസൈസ് എല്ലാം ചെയ്തു. ഞാൻ അതിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഈ സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും എന്നെക്കാളും കുറച്ച് താഴെയുള്ളവർക്കും എന്നെക്കാളും മുകളിലുള്ള ഏജ് ഗ്രൂപ്പ് മേളിലുള്ളവർക്കും ഉറപ്പായിട്ടും ഈ എക്സസൈസൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഞാൻ വൗച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു ദിവസം വളരെ ആക്റ്റീവ് ആവും, നമുക്കൊരു നല്ല ഉന്മേഷം കിട്ടും, ഒരു നല്ല കോൺഫിഡൻസും കിട്ടും. എൻ്റെ വണ്ണം കുറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. ആക്ച്വലി അത് കുറഞ്ഞത് അസുഖം പിടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് എക്സസൈസ് ചെയ്ത് ഡയറ്റ് ചെയ്തൊക്കെയാണ് ഞാൻ എൻ്റെ തടി കുറച്ചത്. നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യൂ. ഞാനൊരു സ്പെഷ്യൽ വ്ളോഗായിട്ട് എൻ്റെ ഡയറ്റും എക്സസൈസും എല്ലാം കൂടി ചേർത്ത് ചെയ്യാം. ഓക്കെ? എക്സസൈസ് എല്ലാം കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ഒരു ഡ്രിങ്ക് കഴിക്കാറുണ്ട്. അത് ബ്ലാക്ക് ക്യൂമിൻ ടീ. നമ്മുടെ ലളിത അപ്പുക്കുട്ടനിലെ ഡോക്ടർ അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാനിത് കഴിക്കുന്നത്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കരിഞ്ജീരകം, ജീരകം, ചുക്ക്, ഏലക്ക, കറുവാപ്പട്ട, ശർക്കര
ശർക്കരപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചാണ് ഞാൻ കുടിക്കുന്നത്. ചായ എന്നതിന് പേരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചായ ഇടാറില്ല കേട്ടോ. അത് കുടിച്ചാൽ നമ്മുടെ കൊളസ്ട്രോളൊക്കെ നല്ല പോലെ കുറയും. അപ്പോൾ അത് നല്ല വെർജിൻ കോക്കനട്ട് ഓയിലും കൂടി ചേർത്താണ് കുടിക്കുന്നത്. അതെനിക്ക് കുടിക്കുന്നത് ഇപ്പോൾ വലിയ ഇഷ്ടമാണ് കേട്ടോ. രാവിലെ ഒരു തുടക്കം അത് കുടിച്ചിട്ടാകുമ്പോൾ അസലാവും. ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഡേറ്റ്സൊക്കെ കഴിക്കും കേട്ടോ. ഡേറ്റ്സും വാൾനട്ട്സും കഴിക്കും. ഇനി അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് ജോലിയുണ്ട്. എന്താണെന്നല്ലേ, ഡാൻസ് ക്ലാസ്സിൽ വന്ന അഞ്ജലി എനിക്ക് തുളസിയുടെ ഒരു തൈ കൊണ്ട് തന്നു. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന തുളസി ഈ കൺസ്ട്രക്ഷൻ സമയത്ത് അതങ്ങ് എന്താ പറയുക, അത് പട്ടുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ടു. അപ്പോൾ കൃഷ്ണനെ ആദ്യം ഈ ഡോറിന് നേരെയാണ് ഞാൻ വെച്ചിരുന്നത്. ഇപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ കയറി വരാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെയർ കേസ് ഒഴിച്ചിട്ട് അങ്ങറ്റത്ത് ഈ ബാൽക്കണിയുടെ അറ്റത്താണ് കൃഷ്ണനെ വെച്ചിരിക്കുന്നത്. ആ തുളസി ഒന്ന് നടണം. അതുപോലെ ഈ കൺസ്ട്രക്ഷൻ സമയത്ത് വന്ന വെൽഡിയൻ വന്ന സുരേഷ് ഏട്ടൻ എനിക്ക് 2 ക്രോട്ടൺസിൻ്റെ തയ്യും തന്നായിരുന്നു. അതും മാറ്റി നടണം. ആ 2 ജോലിയും ഇതായിപ്പോൾ ചെയ്തേക്കാന്ന് വിചാരിച്ചേ. എൻ്റെ അടുത്തുണ്ടായിരുന്ന തുളസി ചെടി ഏകദേശം 2-3 വർഷമൊക്കെ ഒരു കേടുപാട് കൂടാതെ ഇരിക്കുകയായിരുന്നു. ഈ കൺസ്ട്രക്ഷൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. അപ്പോൾ ആ നെഗ്ലിജൻസിൽ അത് പോയി. എനിക്കത് വലിയ ഗിൽറ്റി ഫീലിംഗ് ആയിപ്പോയി കേട്ടോ. ഈ ചെടി നന്നായി വരണമേ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ വെച്ചു. അങ്ങനെ തുളസി നട്ട് റെഡിയാക്കി കഴിഞ്ഞു. ഇനി ആ ക്രോട്ടൺസ് 2 മാറ്റി നടുകയാണേ. അങ്ങനെ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞു. ഞാൻ ആ കൃഷ്ണനടുത്തെ തുളസി മാത്രമല്ല ക്രോട്ടൺസും കൂടെ കൊണ്ടുവച്ചു. പണ്ടൊക്കെ എനിക്ക് ഈ വെയിറ്റ് എടുക്കുന്നതും പടി കയറി ഇറങ്ങുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ശരിക്കും ഞാൻ പ്രയാസപ്പെടുമായിരുന്നു. പക്ഷേ ഈ എക്സസൈസ് ചെയ്ത ശേഷം എനിക്കിത് അത്ര വലിയ വിഷയമായിട്ട് വരുന്നില്ല. കുറച്ചുകൂടെ ബോഡി ഫിറ്റ് ആവാനുണ്ട്. അതുകൊണ്ട് എൻ്റെ എക്സസൈസ് തന്നെയാണ് ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നത് അർജുനാണ് കേട്ടോ. ഇതാ ഞാൻ നട്ട ചെടികൾ കൃഷ്ണൻ ദാ ഇങ്ങനെ ക്രോട്ടൺസിനെയും തുളസിക്കിടയിൽ ഇങ്ങനെ നിൽക്കുകയാണേ. വൈകുന്നേരം പഠിക്കാൻ കുട്ടികൾ വന്നായിരുന്നു. ഇവരെപ്പോഴും 3 പേരും ഒരുമിച്ചാണ് വരിക. അപ്പോൾ ഇവർക്ക് ഒരുമിച്ചെന്ന് പഠിക്കുമ്പോൾ കൈയൊക്കെ നല്ല നീട്ടി വിശാലമായിട്ട് പഠിക്കാനായിട്ട് ഈ ഡാൻസ് ക്ലാസ് ശരിക്കും ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചതിൻ്റെ വലിയ ചാരിതാർത്ഥ്യമാണ് എനിക്ക് കേട്ടോ. ഈശ്വരനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വിശാലമായിട്ടൊരു ഡാൻസ് ക്ലാസ്, കുട്ടികൾക്ക് യഥേഷ്ടം നല്ല പോലെ മൂവ് ചെയ്ത് തമ്മിലൊന്നും മുട്ടാതെ കളിക്കാനായിട്ട്. പത്മനാഭസ്വാമി, താങ്ക് യു. ഞാൻ കാർത്തിക. ഞാൻ അഞ്ജലി. ഡോക്ടർ. ഒരു ഡാൻസ് റിസൈറ്റലിൽ ആദ്യത്തെ ഇനം എന്ന് പറയുന്നത് ഇൻവൊക്കേഷനാണ്, പുഷ്പാഞ്ജലി. അതിവർ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് കൗത്വം. ആ ഐറ്റമാണ് ഇപ്പോൾ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് പോർഷനായി. പഠിപ്പിക്കുമ്പോൾ ആ ഐറ്റത്തിൻ്റെ കഥയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അവർക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ആ കഥയുടെ ബലത്തിലാണ് അത് കളിക്കുന്നത്.
ക്ലാസ് കഴിഞ്ഞത് ഞാൻ നേരെ സൗഭാഗ്യയുടെ അടുത്താണ് പോയത്. ഒന്ന് തിരുമണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് പോയത്. കുറച്ച് നാളായിട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത ശരീരമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. എല്ലാ അർജുനോടാക്കും മമ്മി ഒന്നും പോലും എന്നോട് എനിക്കുള്ള എല്ലാ അർജുനോടെ പേരിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നും എന്നോട് പേര് ചാർലി എനിക്ക് ചാർലിക്ക് ഇങ്ങനെ ആളെ അറിയാമോ? ചാർലി വന്നിട്ട് 5 ദിവസമായി. പിടിക്കും ഇത് ലാബല്ല, അത് റിട്രീവർ. ഞാൻ വന്ന് പാത്തൻ്റെ തിരുമലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് അസലായിട്ട് വിശന്നു. ആശമ എനിക്ക് ഗംഭീര ഫുഡ് തന്നു കേട്ടോ. തൈര് സാദം, കീര മസിയൽ, ഉരുളക്കിഴങ്ങ് ഫ്രൈ. വാവ്, ഞാൻ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. ആശമാക്കി ജയ്, ആശമാക്കി ജയ്, ആശമാക്കി ജയ്. അത് കഴിഞ്ഞപ്പോൾ കോമറ്റ് കാർ വാങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു. അപ്പം തന്നെ ഞാൻ ഓടിച്ചു നോക്കി കേട്ടോ. എനിക്ക് കാർ ഓടിക്കുന്നതൊരു ഭയങ്കര പാഷനാണ്, ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തി. തുളസിത്തറയിൽ വിളക്ക് വച്ചു, അതുപോലെ എൻ്റെ പൂജാമുറിയിലും വിളക്ക് വച്ചു. ഈ അടുത്ത് അർജുൻ എന്നെ വിളിച്ച ഒരു ചെറിയ പരിഭവം പോലെ പറഞ്ഞു, ടീച്ചർ പഴയതുപോലെ വരാറില്ല, ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, എപ്പോഴും ഉറങ്ങണമെന്ന് പറഞ്ഞ് ഓടിക്കളയുന്നു എന്ന്. അപ്പോൾ എനിക്ക് തോന്നി അവരുടെ ആ പരിഭവം മാറ്റണമെന്ന്. അങ്ങനെ അവരുടെ കൂടെ ഡ്രൈവ് പോകാൻ ഞാൻ തീരുമാനിച്ച് അവരെ വിളിച്ച് പറഞ്ഞു. പക്ഷേ അവർ ശരിക്കും പെട്ടുപോയി കേട്ടോ. അവർക്കന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എങ്കിലും കുട്ടികൾ അവരുടെ എല്ലാ കാര്യങ്ങൾക്ക് ശേഷം എന്നെ വന്ന് വിളിച്ചു. ഒത്തിരി ലേറ്റായെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സമയം വളരെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്തു കേട്ടോ. പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു, ശംഖുമുഖത്ത് പോയി കുറേ നേരം സംസാരിച്ചു, തിരിച്ചു വരണ വഴിക്ക് വീണ്ടും ചായയൊക്കെ കുടിച്ചു. അതൊരു വളരെ എന്താ പറയുക, ഡൗൺ ദ മെമ്മറി ലൈൻ പോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് സന്തോഷിച്ച് കുറേ സമയം ചിലവാക്കി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കിഷ്ടമായി ഞാൻ വിശ്വസിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. God bless you all.